everyone. ஸோ எல்லோரும் எப்படி இருக்கீங்க? சுகானோ. ஸோ நமக்கு ஒரு கமெண்ட் வந்துருந்துச்சு, நர்சிங் காலேஜ் எந்த நர்சிங் காலேஜில் படித்தா பெட்டராக இருக்கும், எது பெஸ்ட் நர்சிங் காலேஜ்னு கேட்டிருந்தாங்க. நம்ம தமிழ்நாட்டில் வந்துட்டு பிஎஸ்சி ஜிஎன்எம் இருக்கு இல்லையா, பிஎஸ்சிக்கு மொத்தமே தமிழ்நாட்டில் 4 கவர்மெண்ட் காலேஜ் தான் இருக்குது. பட் ஜிஎன்எம்க்கு நிறைய கவர்மெண்ட் காலேஜஸ் இருக்குது, ப்ரைவேட் காலேஜஸ் நிறைய இருக்குது. பட் பெட்டர் நீங்கள் கவுன்சிலிங் வழியாக போங்க. உங்கள் கட் ஆஃப் மார்க்கை பொறுத்து கவுன்சிலிங் வழியாக நீங்கள் போனீங்கன்னா உங்களுக்கு எந்த காலேஜ் அவைலபிள் இருக்கோ அது கிடைக்கும். ஓகேங்களா? ப்ரைவேட் காலேஜஸ் நிறையவே இருக்குது, நிறைய ப்ரைவேட் காலேஜஸ் இருக்குது. மொத்தம் நம்ம இந்தியாவிலே பிஎஸ்சிக்கு 2900 காலேஜஸ் இருக்குது, ஜிஎன்எம்க்கு 1700 காலேஜஸ் இருக்குது நம்ம ഇന്ത്യയിൽ. ഓക്കെங்களா? ഓക്കെ, എൻ്റെ അടുത്ത് ചോദിക്കുമെങ്കിൽ കേരളത്തിൽ എനിക്കറിയില്ല, പ്രൈവറ്റ് കോളേജസ് മാത്രമേ അറിയൂ. എനിക്ക് ഗവൺമെൻറ്റിനെ പറ്റിയൊന്നും അറിയില്ല. നിങ്ങൾക്ക് അറിയൂ. ഐ എം നോട്ട് മലയാളി. ഞാൻ ബേസിക്കലി ഫ്രം കർണാടക. ಸೊ ನಾನು ಸ್ಟಡಿ ಆಕಿಯದೆಲ್ಲ ಕರ್ನಾಟಕലാണ്. ನಾನು ನರ್ಸಿಂಗ್ പഠിച്ചതു കർണാടകയിലാണ്. ആൾമോസ്റ്റ് കേരളയിൽ നിന്ന് എല്ലാ തമിഴ്നാട്ടിൽ നിന്ന് എല്ലാവരും കർണാടക വരാറുണ്ട്. സോ മൈസൂരാണ് ഞാൻ പഠിച്ചത്. നിങ്ങൾ മൈസൂരിൽ പോവുമെങ്കിൽ നല്ല നല്ല കോളേജസ് ഉണ്ട്. മാംഗ്ലൂർ ഉണ്ട്, ഞങ്ങളുടെ മാംഗ്ലൂരിൽ നല്ല ഉണ്ടാവും. ബാംഗ്ലൂർ ഉണ്ട്, അങ്ങനെ കോളേജസ് കുറേ ഉണ്ട്. ഗവൺമെൻറ്റിൽ നോക്കുമെങ്കിൽ സ്പെഷ്യലി ഗവൺമെൻറ് എന്ന് പറയുമ്പോൾ കർണാടകത്തിലുള്ളവർക്ക് മാത്രമേ ഉണ്ടാവൂ. സോ കർണാടകത്തിലുള്ളവർ നോക്കുകയാണെങ്കിൽ എൻ്റെ ബെസ്റ്റ് അഡ്വൈസ്, സയൻസ് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കണം. നിങ്ങൾ മൈസൂർ ആകുമ്പോൾ കെയർ ഹോസ്പിറ്റലിൽ അപ്ലിക്കേഷൻ കൊടുത്താൽ മതി. അപ്ലിക്കേഷൻ കൊടുത്തിട്ട് അവർ ഇൻ്റർവ്യൂ അറേഞ്ച് ആക്കും. അപ്പോൾ നിങ്ങൾ പോകണം. ഐ തിങ്ക് ഞാൻ പഠിക്കുമ്പോഴുള്ള 67 എബോവ് പെർസെൻറ്റേജ് ഉണ്ടെങ്കിൽ അവർ എടുക്കുമായിരുന്നു +2. ഞാൻ GNM ആണ്. സോ GNM പഠിക്കാൻ അങ്ങനെയായിരുന്നു. BSc പഠിക്കാൻ കമ്പൽസറി ആയിട്ട് നിങ്ങൾ സയൻസ് എടുത്തിരിക്കണം. പിന്നെ സോഷ്യൽ വെൽഫെയറിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട്. ST/SC അവർ സോഷ്യൽ വെൽഫെയർ ത്രൂ അപ്ലൈ ആക്കുമെങ്കിൽ ഫുൾ ഫ്രീ ഓഫ് കോസ്റ്റിൽ പഠിച്ചിട്ട് ഇറങ്ങാം. അതാണ് ഒരു നല്ല ഓപ്ഷൻ. ബട്ട് അത് എനിക്കറിയില്ലായിരുന്നു. സോ ഞാൻ ഇത് നിങ്ങൾക്ക് പറഞ്ഞു തരുവാണ്. ഇങ്ങനെയും ഒരു ഓപ്ഷൻ ഉണ്ടാവും. മേ ബി കർണാടക, തമിഴ്നാട് എല്ലാ സൈഡും ഇത് ഓപ്ഷൻ ഉണ്ടാവും. നിങ്ങളൊന്ന് അന്വേഷിച്ചിട്ട് ചെയ്യുക. ஓகே, ப்ளஸ் நான் படித்தது வந்து கீழ்பாக் மெடிக்கல் காலேஜ். அதுவும் நல்ல காலேஜ் தான். சென்னையில் நிறைய இருக்குது கீழ்பாக் மெடிக்கல் காலேஜ், MMC நல்ல பெரிய ஹாஸ்பிட்டல், GNM எல்லாமே அங்கே இருக்குது, BSCயும் இருக்குது. ஆல்மோஸ்ட் കേരളീയൻസ് പോകുന്നത് മൈസൂർ JSS ഹോസ്പിറ്റൽ. ബട്ട് ഞാൻ പഠിച്ചത് വിശ്വഭാരതി കോളേജ് ഓഫ് നഴ്സിംഗ്. ബട്ട് അത് ചെറിയൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആയതുകൊണ്ട് ഇതായിപ്പോയി, മൂടിപ്പോയി. പ്രൈവറ്റ് കോളേജിൽ നിങ്ങൾ പോയി അഡ്മിഷൻ എടുക്കുമ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ അതിലും എല്ലാം കുറേ തട്ടിപ്പുണ്ട്. അതുകൊണ്ട് നിങ്ങൾ KNC എന്ന് പറഞ്ഞ കേരള രജിസ്ട്രേഷൻ, കർണാടക രജിസ്ട്രേഷൻ, തമിഴ്നാട് രജിസ്ട്രേഷൻ, അങ്ങനെ സ്റ്റേറ്റ് രജിസ്ട്രേഷൻ ഉണ്ടോ, പിന്നെ INC ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിൻ്റെ രജിസ്ട്രേഷൻ ആയിനോ ആ കോളേജിനെല്ലാം പറഞ്ഞ് നോക്കിയിട്ടേ പോയി അഡ്മിഷൻ എടുക്കാവേ. ജസ്റ്റ്